നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 90കളിൽ CPM സ്ഥാനാർത്ഥി N കണ്ണൻ മലപ്പുറത്തെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചതിനു ശേഷം ഒരു CPM സ്ഥാനാർത്ഥിയും അവിടെ വിജയിച്ചിട്ടില്ല എന്നാണ് മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള C ദാവൂദ് പറഞ്ഞത്. അത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് N കണ്ണൻ അവിടുത്തെ മുസ്ലിം സമുദായത്തെ പറ്റി ചില തുറന്നു പറച്ചിലുകൾ നടത്തി എന്നതാണ് അതിൻ്റെ കാരണമായി ദാവൂദ് പറയുന്നത്. ഇതിനെ ചൊല്ലി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന CPM റാലിയിൽ C ദാവൂദിൻ്റെ കൈയും വെട്ടും കാലും വെട്ടും, അങ്ങനെ ദാവൂദിനെതിരെ പ്രതിഷേധകരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അതിനെതിരെ പ്രതിഷേധിക്കണമെന്നാണ് മീഡിയ വണ്ണിൻ്റെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ. പല രാഷ്ട്രീയ നേതാക്കളും അതിൽ പ്രതികരിച്ചിരിക്കുന്നു. അർജുനെ, C ദാവൂദ് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ തീവ്രവാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മതപരമായ കമ്മ്യൂണിറ്റികളുടെ ജനസംഖ്യാപരമായ ഉയർച്ചയെക്കുറിച്ചൊക്കെ അന്ന് കണ്ണൻ സംസാരിച്ചു, അന്നത്തെ MLA സംസാരിച്ചു എന്നാണ് ദാവൂദ് പറയുന്നത്. അതിനുശേഷം അത്തരമൊരു സംസാരം ഉണ്ടായതിനു ശേഷം CPM അവിടെ പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ദാവൂദ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ CPM ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ദാവൂദ് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ 1996 ശ്രീ കണ്ണൻ എന്നുള്ള MLA നിയമസഭയിൽ ആ ഒരു സബ്മിഷൻ്റെ രേഖകളുണ്ട്, നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ പറയുന്ന NDF വളർച്ചയെ പറ്റിയിട്ടും വളർന്നു വരുന്ന തീവ്രവാദ സംഘടനകളുടെ, മലപ്പുറത്ത് വളർന്നു വരുന്ന തീവ്രവാദ സംഘടനകളുടെ ആ ഒരു സാന്നിധ്യത്തെ പറ്റിയിട്ടുമാണ് അദ്ദേഹം ആ സബ്മിഷനിൽ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ തീവ്രവാദ സംഘടനകൾ വളർന്നു വരുന്നത് കൊണ്ട് അത് ഹിന്ദുത്വ സംഘടനകൾക്കും വരിമരുന്ന് വെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ക്രിസ്ത്യൻ വീടുകളിലെ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുമല്ലോ, അപ്പോൾ അത് വിൽക്കാൻ മലപ്പുറത്തെ ചില കടകളിലെ കച്ചവടക്കാർ മടി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല വസ്തുക്കളും, ഈ ഓണത്തിൻ്റെ പൂക്കളമായിക്കൊള്ളട്ടെ, പുടവ ആയിക്കൊള്ളട്ടെ, വിഷുവിൻ്റെ ഐറ്റംസ് ആയിക്കൊള്ളട്ടെ, അത് വിൽക്കാൻ ചില കച്ചവടക്കാർ വിമുഖത കാട്ടുന്നു എന്നൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഒരു വളർന്നു വരുന്ന ഒരു വർഗീയ ചിന്താഗതി മലപ്പുറത്തെ കീഴടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഈ രേഖ പരിശോധിച്ച് നോക്കിയാൽ, നിയമസഭയുടെ രേഖ പരിശോധിച്ച് നോക്കിയാൽ N കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ സബ്മിഷനിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് C ദാവൂദ് തുറന്നു കാട്ടിയത്. ആ ഒരു തുറന്നു പറച്ചിലിന് ശേഷം വണ്ടൂരിൽ നമുക്കറിയാമല്ലോ, ഇന്ന് പിന്നെ അതിന് ശേഷം ഈ അനിൽകുമാർ എന്ന വ്യക്തിയാണല്ലോ, കോൺഗ്രസിന് അനിൽകുമാർ എന്ന വ്യക്തിയാണ് തുടരെ ജയിച്ചു വരുന്നത്. ഒരു സംഭരണ മണ്ഡലമായി മാറി. എന്നിരുന്നാലും CPM പിന്നീട് അങ്ങോട്ട് കൈ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പരാജയമായിരുന്നു ഏറ്റുവാങ്ങുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തു എന്ന് പറയുന്നത്, C ദാവൂദ് ഇത് തുറന്നു പറഞ്ഞിരുന്നു. ഇത് CPM ഇസ്ലാമോഫോബിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് C ദാവൂദ് തുറന്നു പറഞ്ഞത്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് എങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പറയുന്ന CPM പോലുള്ള ഒരു സംഘടന ഉടനെ തന്നെ അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൈവെട്ടും ഒരു കൊലവിളി മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരുടെ മുദ്രാവാക്യം തന്നെ നമുക്കറിയാമല്ലോ, SFIയുടെ മുദ്രാവാക്യം തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഈ മുദ്രാവാക്യം ഒന്നും തന്നെ അവർ തന്നെ പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനായാലും RSSകാരനായാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദാവൂദ് തുറന്നു പറച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. PV അൻവർ ഈ പറയുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ മലപ്പുറത്ത് പോലീസ് സ്വീകരിക്കുന്ന നയങ്ങളെയൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് ഒരു പ്രാദേശിക നേതാവ് സക്രിയ സേട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു നേതാവിനെ പോയിന്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ C ദാവൂദ് ആ ഓരോ പരാമർശങ്ങൾ നടത്തിയത്. അപ്പോൾ അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം തുറന്നു പറയുന്നു. CPM നടത്തിയ, അല്ലെങ്കിൽ CPM ഈ MLA നടത്തിയിട്ടുള്ള ഈ തുറന്നു പറച്ചിലിന് ശേഷം ഈ പറയുന്ന വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പിന്നീട് CPM നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് പറയുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് N കണ്ണൻ പറഞ്ഞതിൽ ചില വസ്തുതകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ NDF വളർച്ച, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വളർച്ച, ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ച, ഇതൊക്കെ ഭീകരമായ തോതിൽ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ട്, ഈ പറയുന്ന പോലെ സത്യസരണി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ മതമാറ്റ കേന്ദ്രം നിലനിന്നിരുന്ന എവിടെയാണ്? അത് മലപ്പുറത്തല്ലേ? മലപ്പുറത്താണ്, മഞ്ചേരിയിലാണ്. അത് കേരള പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാതെ NIA കയറിയിട്ട് അവസാനം എന്ത് ചെയ്യേണ്ടത്, പൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. കേരളത്തിലെ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അന്ന് N കണ്ണൻ പറഞ്ഞതും
അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് സഖാവ് VS പറഞ്ഞൊരു കാര്യമുണ്ട്. 2010 പറഞ്ഞ കാര്യം VS വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ എന്താണ് ഈ ഇത്തരം ഇസ്ലാമിക വർഗീയ സംഘടനകൾ, ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് മുഖം മാറ്റിക്കൊണ്ട് നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതെ, പല പല സംഘടനകളായി പിരിയുന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഒരു ആവശ്യമാണുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് VS പറഞ്ഞിരുന്നു അന്ന്. പക്ഷെ അന്ന് VS പറയുന്ന ഇന്നത്തെ പാർട്ടി പോലും VSനെ തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറത്ത്. ഇതാണ് അന്ന് സംഭവിച്ചത്. ദാവൂദ് അങ്ങനെ ഇയാൾ പറഞ്ഞു, കണ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ദാവൂദ് പറയുന്നത്. രണ്ടും സത്യമാണ്. കണ്ണൻ പറഞ്ഞതും സത്യമാണ്, ദാവൂദ് പറഞ്ഞു, കണ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ദാവൂദ് പറഞ്ഞതും സത്യമാണ്. പക്ഷെ ദാവൂദിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിക പ്രീണനം അല്ലെങ്കിൽ ഇസ്ലാമിക് ഫോബിയ, CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്തിയത് എന്നുള്ളതാണ് ദാവൂദ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പക്ഷെ മറ്റു പലരും പറയുന്നത് NDF-ന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് കൂടുതലും തെക്കൻ ജില്ലകളിലാണ്, ഈ കൊല്ലം, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ പോലുള്ള ജില്ലകളിലാണ് വളർച്ച എന്നുള്ളതാണ് പലരും പറയുന്നത്. മലപ്പുറത്ത് എന്തോ അധികമായിട്ട് ശക്തമല്ലായിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. രണ്ട് കേന്ദ്രങ്ങളായി അത് രണ്ട് കേന്ദ്രങ്ങളായി വന്നതായിരിക്കാം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാണ്. മുസ്ലിം ലീഗിനെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് തീവ്രവാദത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ഒരു പരിധിവരെ യുവാക്കളെ, മുസ്ലിം മതത്തിലെ യുവാക്കളെ പിടിച്ചു നിർത്തിയ സംഘടനയാണ് മുസ്ലിം ലീഗ്. നമ്മളതിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. അങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമുക്കറിയാമല്ലോ, 5-ാം മന്ത്രിയുടെ കാര്യം നമുക്കറിയാം, പിന്നെ ആ നേതാക്കന്മാരുടെ തുറന്നു പറച്ചിലിന്റെ കാര്യം നമുക്കറിയാം, KM ഷാജി പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം, മതമാണ് വലുതെന്ന് പറഞ്ഞ കാര്യം അറിയാം. പിന്നെ അതൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് നേതാക്കന്മാർ അബ്ദുറഹ്മാൻ കല്ലായി അടക്കം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അറിയാമല്ലോ. ഇന്ന് ഈ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആ മുസ്ലിം ലീഗ് പോലും ആ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. അവരെത്രയൊക്കെ മതേതരത്വം ചമഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല നമ്മളതിനെ ഒരു മതേതര സംഘടനയായിട്ട് കാണാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം UC രാമൻ അല്ലാതെ മറ്റു ഒരു അമുസ്ലിം സമൂഹത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും MLA ആക്കിയിട്ടില്ല ആ ഒരു പ്രസ്ഥാനം. നമ്മൾ എത്രയൊക്കെ മതേതരത്വം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് വസ്തുത എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി മതേതരമാണ് എന്നൊക്കെ തുറന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അതിൽ നിന്ന് നാം ചേർത്ത് വായിക്കേണ്ടത് ഇതേ യൂത്ത് ലീഗ് തന്നെയായിരുന്നു 2010, ഇതേ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ തന്നെയായിരുന്നു 2010 ഈ പറയുന്ന ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും ഇത് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം വേണമെന്നും ഒക്കെ പറഞ്ഞിരുന്നത്. അത് ആരുടെ വാദമാണ്? അതൊക്കെ മതരാഷ്ട്രീയവാദികളുടെ വാദമാണല്ലോ. അപ്പോൾ മതേതരവാദികളായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് പോലും അവർ മതേതരത്വം ചമഞ്ഞുകൊണ്ട് ഇത്തരം അജണ്ടയുമായി ഉള്ളിൽ നിന്ന് നടക്കുന്ന വ്യക്തികളാണ് ഇത്. അല്ല, മുസ്ലിം ലീഗ് മതേതരത്വ നിലപാട് അല്ലെങ്കിൽ മതേതരത്വ പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഒരു മതപരമായ പാർട്ടി തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് തീവ്ര നിലപാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. NDF-ന്റെ പോലെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയോ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള നിലപാടല്ല ലീഗിനെ സംബന്ധിച്ചുള്ളത് എന്നാണ്. അതില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ മായിൻ ഹാജിയെ പോലുള്ള വ്യക്തികളെ നമ്മൾ ഓർക്കേണ്ടതാണ്. മാറാട് കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും അങ്ങേയറ്റം കുറെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെയാണ്. അല്ല, അതൊക്കെ ശരിയാണ്. ഈ ഏതൊരു സംഘടനയിലും തീവ്ര ആശയങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, തീവ്ര ആശയമുള്ളവരുണ്ടാവും. അല്ല, ഏത് സംഘടനയിലും തീവ്ര ആശയങ്ങൾ ഉണ്ടാകുമെന്നത് മാത്രമല്ല, ഈ മായിൻ ഹാജിയെ പോലുള്ള ആൾക്കാർ അവിടെ മാറാട് കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. പക്ഷേ മുസ്ലിം ലീഗിലെ ആളുകളെല്ലാം ഈ പറയുന്ന പോലെ എന്താണ് മതേതര അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് കടുത്ത മതവാദികളായിരുന്നെങ്കിൽ, തീവ്രവാദികളായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തൊക്കെ അവർക്ക് നടത്താൻ കഴിയുമായിരുന്നു. അല്ല, അതല്ല, ഇതിനെപ്പറ്റി തുറന്നു പറയുന്നത് കോൺഗ്രസിന്റെ പല നേതാക്കളുമാണ് തുറന്നു പറയുന്നത്. ശ്രീ ആര്യയുടെ മുഹമ്മദ് തന്നെ തുറന്നു പറഞ്ഞിട്ടില്ലേ, അവരുടെ നിറം എന്ന് പറയുന്നത് പച്ച പതാകയാണ്, അവരുടെ ആശയം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാകയാണ്. അതുമാത്രമല്ല, മറ്റു പല നേതാക്കന്മാരും തുറന്നു പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന K മുരളീധരൻ തന്നെ എന്താ തുറന്നു പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് തീവ്രവാദികൾ ഈ മുസ്ലിം ലീഗിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതല്ല K മുരളീധരൻ അടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അല്ല, CPM-ലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്, ഇന്ന് മുസ്ലിം ലീഗ് ഇത്രയും സീറ്റുകൾ ആവശ്യപ്പെടാൻ നാളെ ഒട്ടനവധി സീറ്റുകൾ അവർ ആവശ്യപ്പെടും എന്നുള്ളത്. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന NSS-ഓ SNDP പോലുള്ള ഐക്യത്തിന് പോലും വഴി തെളിച്ചത് എന്താണ്, ഈ പറയുന്ന ഇവരുടെ സർവാധിപത്യ നയം തന്നെയായിരുന്നു. ഇവരുടെ ഈ പറയുന്ന ഒരു സർവാധിപത്യ നയം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയൊക്കെ പുറമെ നിന്നുകൊണ്ട് ഒരു മതേതര സംഘടനയാണ് ഈ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതര സംഘടനയുടെ ഒരു പ്രകടമാകാനൊന്നും കഴിയുന്ന തരത്തിലുള്ള ആ സംഘടനയുടെ പോക്കെന്ന് പറയുന്നത്. പിന്നെ മറ്റു സംഘടനകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഈ പറയുന്ന ഒരു മതവർഗീയത ലേശം കുറവുണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയും. അല്ല, ഇതിൽ നമ്മുടെ രാജ്യത്ത് മതങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യമാണല്ലോ നമ്മുടേത്. അപ്പോൾ അവരവരുടെ മതങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടും. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുതാത്ത കാര്യമാണ്. അപ്പം ഹിന്ദു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്.
പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ SDPI പോലെയോ മുസ്ലിം ലീഗിനെ കാണുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ദാവൂദ് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ദാവൂദ് ഈ ഒരു സത്യസന്ധമായ കാര്യം, സത്യസന്ധം ഞാൻ പറഞ്ഞത് ദാവൂദ് പറഞ്ഞ പോലെ ഇസ്ലാമോഫോബിയ വളർത്തുന്നു എന്നുള്ളതല്ല, എൻ കണ്ണൻ പറഞ്ഞു എന്നുള്ള കാര്യം ഇസ്ലാമോഫോബിയ വളർത്തുന്നു എന്നുള്ള രീതിയിലാണ് ദാവൂദ് പറഞ്ഞത്. അതെ, ദാവൂദ് പറഞ്ഞത്. പക്ഷേ CPM പറയുന്നത് അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞതാണ് എന്നുള്ളതാണ് CPM പറയുന്നത്. അത് വളച്ചൊടിച്ചു എന്നുള്ളതാണ് CPM പറയുന്നത്. അല്ലെ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നത് തന്നെ മതിയല്ലോ. പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആയിരിക്കാം ശ്രീ എൻ കണ്ണൻ പറഞ്ഞത്. പക്ഷേ അത് തന്നെയാണ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ ഇനി വേറെ PDPയോ വേറെ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനം ഇതാണ്. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അത് ദാവൂദ് പറഞ്ഞു, അതിന്റെ പുറകിൽ CPM വന്ന് ഇത് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും ഈ PDP ആയിരുന്നാലും അവർ സ്വീകരിക്കുന്നത് തീവ്രവാദ ലൈനാണ്. നേരെ മറിച്ചുകൊണ്ട് CPM സ്വീകരിച്ചു പോരുന്നത് എന്താണ്? ഫാസിസ്റ്റ് ലൈനാണ്. ഇത് തുറന്നു പറഞ്ഞു എന്നുള്ള വ്യക്തിയെ ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്നുള്ളതാണല്ലോ ദാവൂദ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്ന് തുറന്നു പറഞ്ഞ ദാവൂദിനെ കൈവിട്ടുമെന്നുള്ള പറയുന്ന CPM എന്ത് ശൈലിയാണ് പിന്തുടരുന്നത്? ഒന്ന് തീവ്രവാദ ശൈലിയാണെങ്കിൽ മറ്റൊന്ന് ഫാസിസ്റ്റ് ശൈലി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഒടുക്കം എന്നുള്ളത്. ഒന്ന് തീവ്രവാദ ശൈലി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, മറ്റൊന്ന് CPM SFI പോലുള്ള സംഘടനകൾ ഈ പറയുന്ന പോലെ വ്യാപകമായിട്ട് ഫാസിസ്റ്റ് ശൈലിയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അത്രയേ ഉള്ളൂ നമുക്കിതിൽ കാണേണ്ടതുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ദാവൂദിന് പറയാനുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ആശയപരമായി വിയോജിപ്പുണ്ടായിരിക്കാം, CPM-നോട് ആശയപരമായി വിയോജിപ്പുണ്ടായിരിക്കാം, TP ചന്ദ്രശേഖരനോട് CPM-ന് ആശയപരമായി വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ ആശയപരമായ വിയോജിപ്പുകൾ ആശയപരമായി ധൈര്യമാണ് അവർ കാണിക്കേണ്ടത്. അല്ലാതെ ശാരീരികമായി കൈകാര്യം ചെയ്ത് കൈവെട്ടും കാലുവെട്ടും കൊന്നുകളയുമെന്ന് പറയുന്ന ധാർഷ്ട്യത്തിന്റെ വേലയാണ് CPM പലപ്പോഴും. അല്ലെങ്കിൽ നിയമ നടപടികൾ നോക്കണം. ദാവൂദ് പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ അതല്ലേ ഉത്തരവാദിത്തപ്പെട്ട സംഘടന ചെയ്യേണ്ടത്. അതില്ലാതെ രൂക്ഷമായി പ്രതികരണം നടത്തുകയും അതല്ലാതെ ഇത്തരം തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് CPM-ന്റെ ഒരു പതിവ് ശൈലിയാണ്. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് അല്ലെങ്കിൽ CPM-ന്റെ ധൈര്യത്തോടെ പറയാമല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് SDPI-ക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്താം. എന്തിനാ ഈ പറയുന്ന ദാവൂദിനെ കൈവിട്ടു എന്ന് വിളിക്കാൻ പറ്റും? വിളിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് മനസ്സിലാക്കണം. അവിടുത്തെ വണ്ടൂരിന്റെ ഏരിയ സെക്രട്ടറി മനസ്സിലാക്കണം. ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ ചേർന്നുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈവെട്ടും. പക്ഷേ ദാവൂദ് വളരെ വ്യക്തമായിട്ടാണ് കേട്ടോ അതെല്ലാം വിശകലനം ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റുകൾ അതും ഒരു CPM-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവിടുത്തെ ഒരു മെമ്പറുടെ ഒരു പോസ്റ്റുകളാണ് ദാവൂദ് വിശകലനം ചെയ്തത്. അദ്ദേഹത്തിന് എന്തോ ടാങ്കർ ലോറി എന്തോ അത് ഈ പറയുന്ന എന്താണ് സക്കറിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മണ്ണെടുക്കാൻ പോകുന്ന സമയത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് വളവ് കയറ്റുമ്പോൾ ഒന്ന് പുറകോട്ടെടുത്തു. അത് വയലിന്റെ ഒരു സൈഡിലായതുകൊണ്ട് അവിടെ നിന്ന് പോലീസ് ഇത് തുരുമ്പെടുത്ത് നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം ശശിധരൻ പിള്ള എന്ന് പറയുന്ന SI അവിടെ കാണിച്ചു കൂട്ടിയ മറ്റു കാര്യങ്ങളെ പറ്റി പറയുന്നു. ഇതൊക്കെയാണ് അവിടെ. ശശിധരൻ പിള്ളയും ഇതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ശശിധരൻ പിള്ളയെ പറ്റിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദാവൂദ് പോവുകയാണ്. അവിടെയാണ് PV അൻവർ പറഞ്ഞ RSS വിഷയവുമായി ബന്ധപ്പെട്ടാണ് ദാവൂദ് ഇത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ RSS-ന്റെ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. RSS-നൊന്നും മലപ്പുറം ജില്ലയിലെ പോലീസ് സന്നാഹം നിയന്ത്രിക്കുന്നില്ല. ഇത് നിയന്ത്രിക്കുന്ന ആരാണ്? CPM ആണ്. CPM-നുള്ളിൽ തന്നെ ഒരേ സമയം CPM എന്താണ് ഈ ഇരയുടെ പക്ഷത്ത് നിൽക്കുകയും ഒരേ സമയം നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇതിന് നടുക്ക് നിന്നുകൊണ്ട് CPM-ഉം RSS-നെ പറയും, മുസ്ലിം ലീഗും RSS-നെ പറയും, കോൺഗ്രസും RSS-നെ പറയും, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനും RSS-നെ പറയും. ഇവരാരും തന്നെ യഥാർത്ഥ പൊളിറ്റിക്സിലേക്ക്, ഇവരെല്ലാം ഈ കണ്ണടച്ച് പാല് കുടിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ രണ്ടാടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നടുക്കുന്ന ചോര കുടിക്കുന്ന ചെന്നായിയുടെ സ്വഭാവം ആർക്കാണുള്ളത് എന്ന് സത്യം ഇവർ തുറന്നു പറയില്ല എന്നുള്ളിടത്താണ് കാര്യം. എന്തായാലും ദാവൂദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അദ്ദേഹത്തിനോട് ആശയപരമായി വിയോജിക്കാം, അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കാം, ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താം, അദ്ദേഹത്തെ ബഹിഷ്കരിക്കാം. പക്ഷേ ഈ മുദ്രാവാക്യങ്ങൾ ഒരിക്കലും ഒന്നിനും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല.